റീന, നീ എന്താണ് ആഗ്രഹിക്കുന്നത്? നിന്നെ സന്തോഷിപ്പിക്കാൻ ഞാൻ എത്ര കൂടുതൽ ശ്രമിക്കുന്നു, നീ അത്രയും വിഷമത്തിലാണ് കാണപ്പെടുന്നേ. മഹി, അതെ, എല്ലാം എന്റെ തെറ്റാണ്. നിങ്ങൾ തെറ്റുകാരനെ അല്ല. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളുടെ ബന്ധം 1 അല്ലെങ്കിൽ 1.5 വർഷത്തിൽ കൂടുതൽ പഴയതാണെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ സ്നേഹം കുറയുകയും വഴക്കുകൾ സാധാരണമാവുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? മുൻകാലങ്ങളിൽ പോലെ സ്നേഹം നിലനിർത്താനും വഴക്കുകൾ കുറയ്ക്കാനും എങ്ങനെ സാധ്യമാക്കാം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കും. ലക്ഷക്കണക്കിന് ആളുകളുടെ ദാമ്പത്യ ജീവിതം സന്തോഷം കൊണ്ട് നിറച്ച മോഡേൺ ക്ലാസിക്കിന്റെ പദവി ലഭിച്ച രചയിതാവ് ജോൺ ഗ്രേയുടെ പുസ്തകം മെൻ ആർ ഫ്രം മാർസ് ആൻഡ് വിമൻ ആർ ഫ്രം വീനസ് ലെ ആശയങ്ങളാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ അവസാനം വരെ കാണുക. ഇത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതൊക്കെ സാധ്യമാവും. 1. പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ തിരിച്ചറിയുന്നതിലൂടെ നിങ്ങളുടെ ബന്ധം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. 2. നിങ്ങളും പങ്കാളിയും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളുടെ ബന്ധത്തെ ഒരു പുതിയ വീക്ഷണകോണിൽ നിന്ന് കാണുകയും പരസ്പരം നന്നായി മനസ്സിലാക്കുകയും ചെയ്യും. 3. ഇത് നിങ്ങളുടെ കുടുംബത്തിലെ സന്തോഷം മെച്ചപ്പെടുത്തും. 4. നിങ്ങളുടെ ജീവിതം വിജയകരമാക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്നു, കാരണം കുടുംബമാണ് ഏറ്റവും വലിയ പ്രചോദനം. കൂട്ടുകാരെ, വരൂ തുടങ്ങാം. എല്ലാ പുരുഷന്മാരും ചൊവ്വയിലും എല്ലാ സ്ത്രീകളും ശുക്രനിലും ജീവിച്ചിരുന്നു എന്ന് കരുതുക. പുരുഷന്മാർ അവരുടെ ജീവിതത്തിൽ വിഷാദത്തിലും വിരസവുമായിരുന്നു. അതിനാൽ അവർ ഒരു ബഹിരാകാശ കപ്പൽ നിർമ്മിച്ച് ശുക്രനിലേക്ക് യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. കാരണം ദൂരദർശനിലൂടെ ആളുകൾ ശുക്രനിൽ ജീവിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലായി. അവർ ശുക്രനിൽ എത്തി സ്ത്രീകളെ കണ്ടുമുട്ടിയ ശേഷം അവരുടെ വിഷാദത്തെയും സങ്കടത്തെയും മറികടന്നു. ഇരുവർക്കും പരസ്പരം വലിയ വികാരങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യമായി അവർ രണ്ടുപേരും അനുഭവിച്ച വികാരങ്ങൾ സർവശേഷമായിരുന്നു. അങ്ങനെ ഇരുവരും പ്രണയത്തിലായി. പിന്നീട് അവർ ഒരുമിച്ച് ജീവിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. അവർ തമ്മിൽ വളരെയധികം വ്യത്യാസങ്ങൾ ഉള്ളതിനാൽ അവർ പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഓരോരുത്തരുടെയും സ്നേഹപ്രകടിപ്പിക്കലും സ്നേഹം അനുഭവിക്കുന്നതിനുള്ള വഴികളും അവരുടെ പെരുമാറ്റങ്ങളും സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള വഴികളും വ്യത്യസ്ത സ്വഭാവവും എന്നിവ മനസ്സിലാക്കാൻ അവർ ശ്രമിച്ചു. എന്നാൽ ഒരു ദിവസം അവർ ഭൂമിയിൽ പോയി അവിടെ താമസിക്കാൻ തീരുമാനിച്ചു. കാരണം ഭൂമി മനോഹരം ആണെന്ന് അവർക്ക് തോന്നി. ഭൂമിയിൽ എത്തിയതിനു ശേഷം സംഭവിച്ചത് ഭൂമിയുടെ അന്തരീക്ഷം അവരിൽ മോശം സ്വാധീനം ചെലുത്തി. നിർഭാഗ്യവശാൽ അവർ വർഷങ്ങൾ ഒരുമിച്ചു മനസ്സിലാക്കിയ പാഠങ്ങൾ എല്ലാം മറന്നു. വാസ്തവത്തിൽ അവർ വ്യത്യസ്ത ഗ്രഹങ്ങളിൽ നിന്ന് ആണെന്നും അവർ മറന്നു. അന്നു മുതൽ പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ഇതുമൂലം എത്രയോ പേരുടെ ജീവിതം നശിച്ചു എന്ന് അറിയില്ല. 1. വ്യത്യാസങ്ങൾ. മിസ്റ്റർ ഫിക്സിറ്റും ഭവന മെച്ചപ്പെടുത്തൽ സമിതിയും. ആര്യ ഭർത്താവ് സുനിലിനോട് പറയുകയാണ്, ഇന്ന് അവൾക്ക് ഓഫീസിൽ പോകാൻ മനസ്സില്ല. സുനിൽ പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ലേ ഇന്ന് ജോലിക്ക് പോണ്ടാന്ന്. ആര്യ, ഇന്ന് പക്ഷേ പ്രധാനപ്പെട്ട കുറച്ച് ജോലികൾ ഉണ്ട്. സുനിൽ, അത് നാളെ പോയി ചെയ്തു തീർക്ക്. സ്ത്രീകൾ പുരുഷന്മാരുമായി അവരുടെ പ്രശ്നങ്ങൾ പങ്കിടുമ്പോഴെല്ലാം അവർ പങ്കാളിയോട് ഒരു പരിഹാരം പ്രതീക്ഷിക്കുന്നില്ല, പക്ഷേ അവർക്ക് പിന്തുണ ആവശ്യമാണ്. പുരുഷന്മാർ ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ളവരാണ്. പുരുഷന്മാർ ചൊവ്വയിൽ ജീവിക്കുമ്പോൾ അവർ സ്വയം അല്ലെങ്കിൽ ഒരു ബുദ്ധിമാനായ ഒരു വ്യക്തിയിലൂടെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിരുന്നു. അതിനാൽ സ്ത്രീകൾ പ്രശ്നങ്ങൾ പറയുമ്പോൾ പുരുഷന്മാരെ മിസ്റ്റർ ഫിക്സിറ്റ് കൈവശപ്പെടുത്തുന്നു. എന്നിട്ട് പുരുഷന്മാർ ഒന്നിനു പുറകെ ഒന്നായി ഓരോ പരിഹാരം ഉപദേശിക്കാൻ തുടങ്ങുന്നു. ഇത് സ്ത്രീകൾക്ക് ഒട്ടും ഇഷ്ടമല്ല, കാരണം ശുക്രനിൽ ആയിരിക്കുമ്പോൾ അവർ അവരുടെ ഉറ്റ സഖിയോട് വലുതും ചെറുതും ആയ എല്ലാ പ്രശ്നങ്ങളും അവരുടെ വികാരങ്ങളും പ്രകടിപ്പിക്കുകയും പങ്കിടുകയുമായിരുന്നു. ആദ്യത്തെ ഉദാഹരണം ഒന്നും കൂടി നോക്കാം. ആര്യ, ഇന്ന് ഓഫീസിൽ പോകാൻ എനിക്ക് മനസ്സില്ല. സുനിൽ, ഇന്ന് വളരെ ചൂട് കൂടുതലാണ്. ഇന്ന് വീട് വിട്ട് ഇറങ്ങാൻ എങ്ങനെ മനസ്സ് വരും? ആര്യ, പക്ഷേ ഇന്ന് പ്രധാനപ്പെട്ട കുറച്ച് ജോലികളുണ്ട്. സുനിൽ, ഈ ജോലിയോട് ശരിക്കും ആത്മാർത്ഥതയുണ്ട്. ഈ പ്രാവശ്യം നിനക്ക് തീർച്ചയായും പ്രമോഷൻ കിട്ടും. ആര്യ,
ശരിക്കും ഈ പ്രോത്സാഹനമാണ് എന്റെ ശക്തി. അടുത്ത ഉദാഹരണം നോക്കാം. രാജി: ഈ തക്കാളി എല്ലാം കേടാണ്. എന്തിനാണിത് വാങ്ങിയത്? പ്രകാശ്: എല്ലാ കടയിലും ഇതുപോലൊക്കെ തന്നെയാണ്. രാജി: മൂലയ്ക്കത്ത് സൂപ്പർ മാർക്കറ്റിൽ നല്ല തക്കാളി കിട്ടും. പ്രകാശ്: ഒന്നും മിണ്ടാതിരിക്കാമോ? അങ്ങനെ പോരാട്ടം ആരംഭിക്കും. സ്ത്രീകൾ പുരുഷന്മാർ ചോദിക്കാതെ ഉപദേശം നൽകുമ്പോൾ അത് അവർ വളരെ അപമാനകരമാണെന്ന് കരുതുന്നു. അതുകൊണ്ട് സ്ത്രീകൾ ഭവന മെച്ചപ്പെടുത്തൽ സമിതിയായി പുരുഷന്മാർക്ക് സൗജന്യ ഉപദേശം കൊടുക്കുന്നതിൽ നിന്ന് സ്വയം തടയുക. 2. പുരുഷന്മാർ അവരുടെ ഗുഹകളിലേക്ക് പോകുന്നു. സ്ത്രീകൾ സംസാരിക്കുന്നു. സ്ട്രെസ്, ഡിപ്രഷനും പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്ന രീതി പുരുഷന്മാരിലും സ്ത്രീകളിലും തികച്ചും വ്യത്യസ്തമാണ്. ചൊവ്വയിൽ പുരുഷന്മാർ സമ്മർദ്ദത്തിൽ ആവുമ്പോൾ അവർ അവരുടെ ഗുഹകളിലേക്ക് പോയി പ്രശ്നത്തിന്റെ പരിഹാരം ശാന്തമായി കണ്ടെത്തുമായിരുന്നു. ശുക്രനിൽ സ്ത്രീകൾ സമ്മർദ്ദത്തിൽ ആവുമ്പോൾ അവർ തമ്മിൽ കുറെ സംസാരിക്കും. ഒത്തിരി സംസാരിച്ചു കഴിയുമ്പോൾ അവർക്ക് സന്തോഷം തോന്നും. പലപ്പോഴും ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ പോരാടുകയോ തമ്മിൽ സമ്മർദ്ദം അനുഭവിക്കുകയോ ചെയ്യുമ്പോൾ സ്ത്രീ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ പുരുഷൻ നിശബ്ദമായി ഇരിക്കും. പക്ഷേ സ്ത്രീകൾ അവരെ ശാന്തമാവാൻ സമ്മതിക്കത്തില്ല. അത് കാരണം വഴക്കുണ്ടാവും. നിശബ്ദരായി ഇരിക്കുന്ന പുരുഷന്മാരെ കാണുമ്പോൾ സ്ത്രീകൾ വിചാരിക്കും പുരുഷന്മാർ അവരെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണെന്ന്. പഴയതുപോലെ അവരോട് സ്നേഹമില്ലെന്നും അവരെ സമാധാനിപ്പിക്കാൻ പോലും ശ്രമിക്കുന്നില്ലെന്നും. എന്നാൽ പുരുഷന്മാർ വിചാരിക്കുന്നു സ്ത്രീകൾ എപ്പോഴും അവരുടെ പുറത്ത് മേലധികാരം കാണിക്കാൻ ശ്രമിക്കുകയാണെന്നും എപ്പോഴും പരാതികൾ പറയാണെന്നും ഒരുപാട് സംസാരിക്കുന്നവരാണെന്നും. വരൂ ഒരു ഉദാഹരണം നോക്കാം. ഭാഗ്യയും ഗണേഷും ഇന്ന് ഓഫീസിൽ നിന്ന് സ്ട്രെസ്ഡായി വീട്ടിലെത്തി. ഗണേഷ് സമ്മർദ്ദം കുറയ്ക്കാൻ TV ഓണാക്കി ക്രിക്കറ്റ് മാച്ച് കാണുകയാണ്. ഭാഗ്യയ്ക്ക് സമ്മർദ്ദം കുറയ്ക്കാൻ ഗണേഷിനോട് സംസാരിക്കണം. ഭാഗ്യ ഗണേഷിനോട് പറഞ്ഞു, എനിക്ക് ഈ ജോബ് മതിയായി, ഞാൻ ഇത് വിടുകയാണ്. ഗണേഷ് ഗെയിം കണ്ടുകൊണ്ട് പറഞ്ഞു, ഇഷ്ടമല്ലെങ്കിൽ ജോലി ചെയ്യണ്ട. ഭാഗ്യ: പക്ഷേ പെട്ടെന്ന് ജോലി വിടുന്നത് ശരിയല്ല. ഗണേഷ്: അതെന്താ വിട്ടാ? അയ്യോ, നല്ലൊരു 6. ഭാഗ്യ: മാച്ച് കാണുന്നതിലാണ് തിരക്ക് അല്ലേ? ഗണേഷ്: അതിനെന്താ, ഞാൻ കേൾക്കുന്നില്ലേ? ഭാഗ്യ: ഇനി വിട്ടേര്, ഒന്നും കേൾക്കേണ്ട ആവശ്യമേ ഇല്ല. ഗണേഷ് വിചാരിക്കുന്നു വീട്ടിൽ വന്ന് മനസമാധാനമായി ഒരു മാച്ച് പോലും കാണാൻ പറ്റത്തില്ല. ഭാഗ്യ വിചാരിക്കുന്നു എന്നെക്കാട്ടിലും കൂടുതൽ പ്രധാന മാച്ചാണ്, എനിക്കൊരു വിലയുമില്ല. ഇങ്ങനെയുള്ള സമയത്ത് പരസ്പരം ആവശ്യങ്ങളും വ്യത്യാസങ്ങളും ബഹുമാനിക്കുക. പുരുഷന്മാർ കുറച്ചു സമയം സ്ത്രീകളുടെ വിഷമത്തെ കേൾക്കുകയും അല്ലെങ്കിൽ സ്ത്രീകൾ അവരുടെ ആത്മസുഹൃത്തിനോട് ഈ വിഷയം പറഞ്ഞ് റിലാക്സ് ആവുകയും ചെയ്യുക. 3. പുരുഷന്മാർ മറ്റുള്ളവർ അവരെ ആവശ്യമുണ്ടെന്ന് പറയുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. സ്ത്രീകൾക്ക് പരിചരണം വേണം. ഒരു പുരുഷൻ അയാളുടെ കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യും. രാപ്പകൽ ജോലി ചെയ്യും. പ്രചോദനം കിട്ടിയാൽ ദരിദ്രനിൽ നിന്ന് ധനികനാവും. അങ്ങനെ അയാൾക്ക് ഇത് തോന്നാൻ കാരണം അയാളുടെ കുടുംബത്തിന് അയാളുടെ ആവശ്യം ഉണ്ടെന്ന് കണ്ടതുകൊണ്ടാണ്. അവർക്ക് എത്രയും അയാളുടെ ആവശ്യം ഉണ്ട് അത്രയും അയാൾക്ക് ആ കുടുംബത്തിനോട് സ്നേഹമായിരിക്കും. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലൂടെ അയാൾ ശക്തനാണെന്ന് തോന്നും. സ്ത്രീകൾക്ക് പുരുഷന്മാർ അവരെ കെയർ ചെയ്യുക, അവരെ പരിപാലിക്കുക, അവരെക്കുറിച്ച് ചിന്തിക്കുക എന്നൊക്കെയാണ് ഇഷ്ടം. എന്നാൽ ആധുനിക കാലത്ത് സ്ത്രീകൾ സ്വതന്ത്രരാകാൻ ആഗ്രഹിക്കുന്നു. ഇത് നല്ല കാര്യമാണ്. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട്. ഒരു പുരുഷൻ അയാളുടെ ഭാര്യ അയാളെ എത്ര ആവശ്യമാണെന്ന് പറയുന്നു, അയാൾക്ക് ആ ഭാര്യയോട് അതുപോലെ സ്നേഹമായിരിക്കും. പക്ഷേ സ്ത്രീകൾ സ്വതന്ത്രർ ആവുമ്പോൾ പുരുഷന്മാർക്ക് സ്നേഹം കുറഞ്ഞതായി പോലെ തോന്നും. ഇത് കാരണം പുരുഷന്മാർക്ക് സ്ത്രീകളോട് ഒത്തിരി സ്നേഹം തോന്നത്തില്ല. അങ്ങനെ അവരുടെ ബന്ധം മോശമാവും. പലപ്പോഴും ഇത് ബന്ധം തകർക്കുകയും ചെയ്യും. 4. പുരുഷന്മാർ റബ്ബർ ബാൻഡ് പോലെയും സ്ത്രീകൾ തിരമാല പോലെയുമാണ്. പുരുഷന്മാർ കൂടുതൽ സമയം സ്ത്രീകളോടൊപ്പം തന്നെയാണ് ചെലവഴിക്കുന്നത്. പക്ഷേ അവർ ചിലപ്പോൾ അവരുടെ കൂട്ടുകാരോടൊപ്പം പോകാൻ ആഗ്രഹിക്കുന്നു. പിന്നീട് മടങ്ങി വന്ന് അവർ സ്ത്രീകളോട് പഴയതുപോലെ സ്നേഹത്തിൽ കഴിയും. രചയിതാവ് ഈ സ്വഭാവത്തെ റബ്ബർ ബാൻഡുമായി താരതമ്യം ചെയ്യുന്നു. സ്ത്രീകളുടെ സ്വഭാവം തിരമാല പോലെയാണ്. ചിലപ്പം വളരെ സന്തോഷവുമായിരിക്കും, ചിലപ്പം പെട്ടെന്ന് ദുഃഖവുമായിരിക്കും. പക്ഷേ മീഡിയയിലൂടെ പുരുഷന്മാർ എപ്പോഴും കാണുന്നത് സ്ത്രീകളെ സന്തോഷിപ്പിക്കുക എന്നതാണ്. അവർ എത്ര ശ്രമിച്ചാലും സ്ത്രീ ചിലപ്പോൾ വിഷമത്തിലായിരിക്കും. ഇത് പുരുഷന്മാരെ കോപിതരാക്കും. അവർ മനസ്സിലാക്കുന്നത് ഈ സ്ത്രീക്ക് അവർക്ക് സന്തോഷം കൊടുക്കാൻ കഴിയുന്നില്ല.
ഫലം കിട്ടാത്തതുകൊണ്ട് അവർ നിരാശരാവും, എന്നിട്ട് കോപിക്കും. 5. പോയിന്റിംഗ് ഗെയിം. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും. എപ്പോൾ ഒരു പുരുഷൻ ഒരു സ്ത്രീക്ക് ഒരു പനിനീർ പൂ കൊടുക്കുന്നു, അയാൾ വിചാരിക്കുന്നു അയാൾക്ക് 1 പോയിന്റ് കിട്ടി. ആ കണക്കിന് 5 പനിനീർ പൂവിന് 5 പോയിന്റ്. അങ്ങനെ എത്ര വലിയ കാര്യം ചെയ്യുന്നു അത്രയും പോയിന്റ്സ്. അങ്ങനെ മാസം മുഴുവനും കഷ്ടപ്പെട്ട് വീട്ടിൽ സാലറി കൊടുക്കുമ്പോൾ അയാൾക്ക് കുറഞ്ഞ 30 പോയിന്റ് എങ്കിലും കിട്ടും. ഇത് കാരണം ഭാര്യയും സന്തോഷവതിയായിരിക്കും. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല. കാരണം സ്ത്രീകളുടെ പോയിന്റിംഗ് വ്യത്യാസമാണ്. 1 പനിനീർ പൂവിന് 1 പോയിന്റ്, 5 പനിനീർ പൂവിനും 1 പോയിന്റ്. ഇതിന്റെ അർത്ഥം സ്ത്രീകൾക്ക് ഇത് പ്രധാനമല്ല നിങ്ങൾ എത്ര വലിയ കാര്യം ചെയ്തു എന്ന്. വലിയ കാര്യങ്ങളും ചെറിയ കാര്യങ്ങളും തമ്മിൽ സ്ത്രീകൾക്ക് വ്യത്യാസമില്ല. അതുകൊണ്ട് ഇത് വളരെ പ്രധാനമാണ്. പുരുഷന്മാർ അവരുടെ ഭാര്യയ്ക്ക് വേണ്ടി ചെറിയ കാര്യങ്ങൾ ചെയ്യുക. അതായത് അവരെ ആലിംഗനം ചെയ്യുക, അവരെ അഭിനന്ദിക്കുക, അവരുടെ ഒപ്പം സമയം ചെലവഴിക്കുക, ചെറിയ സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കുക, അങ്ങനെ. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. മെൻ ആർ ഫ്രം മാർസ് ആൻഡ് വിമൻ ആർ ഫ്രം വീനസ് എന്ന പുസ്തകത്തിന്റെ ബൈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. എന്റെ വീഡിയോസ് മിസ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ഐക്കൺ അമർത്തുക. ഇതിലൂടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്ത് അറിയിക്കുക ഇതിൽ ഏത് പോയിന്റ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്നും അത് നിങ്ങളെ എങ്ങനെ സഹായിച്ചെന്നും. ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവരോടൊപ്പം. സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നല്ല വീഡിയോസ് കൊണ്ടുവരാൻ. നന്ദി.